ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സന്ദേശത്തിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ഇതിനോട് മുമ്പ് കേട്ടു. അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയിൽ അതിന്റെ സ്വീകർത്താവായിരിക്കുന്ന അബ്രഹാം കാണിച്ച ചെറിയൊരു മനോഭാവത്തിന്റെ പിഴ, ചെറുതെന്ന് പറയാൻ കഴിയില്ല, ഒരു വലിയ മനോഭാവത്തിന്റെ പിഴ അനുഗ്രഹിക്കപ്പെടേണ്ട തലമുറ ശാപഗ്രസ്തമായി മാറി. ആ ശാപത്തെ മാറ്റുവാൻ അബ്രഹാം കുറുക്കു വഴികൾ തേടി. പക്ഷെ ആ കുറുക്കു വഴിക്കിടയിലും കർത്താവിന്റെ പദ്ധതി അബ്രഹാമിനോട് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്ന മകൻ ഇസ്മായിൽ അല്ല, ഇസ്ഹാക്ക് തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആ ഇസ്ഹാക്കിന്റെ മേൽ കിടക്കുന്ന ദൈവിക ശാപം അത് മാറ്റേണ്ട ബാധ്യത അബ്രഹാമിനായി. കാരണം ഈ ശാപം ആര് നിമിത്തമായിട്ടാണ് വന്നിട്ടുള്ളത്? അബ്രഹാം നിമിത്തമായിട്ട്. അതുകൊണ്ട് തന്നെ ആ ശാപത്തെ മാറ്റേണ്ട ബാധ്യതയും അബ്രഹാമിന് വന്നു. ഈ ശാപം, പാപം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്, അല്ലേ? അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണം എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ശാപത്തിന്റെയും ഒടുവിൽ എന്ത് തന്നെയാണ്? മരണം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇസ്ഹാക്ക് എന്ത് ചെയ്യണം? മരിക്കണം. എന്ത് മാറണമെങ്കിൽ? ശാപം മാറണം. അപ്പം ശാപം മാറാൻ മരണമല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അബ്രഹാമിന്റെ മുൻപിൽ. എന്നാൽ ഇന്ന് ആയിരുന്നു എങ്കിൽ ശാപം മാറാൻ ഒരൊറ്റ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ കാൽവറി ക്രൂശ്. നമ്മുടെ സകല ശാപവും കാൽവറി ക്രൂശിൽ വഹിച്ച് നമുക്ക് വേണ്ടി അവൻ ശാപമായി മാറിയത് കൊണ്ട് ആ കാൽവറി ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ശാപത്തിൽ നിന്നും ഒരഴിവുണ്ടാകുന്നില്ല. പക്ഷേ അബ്രഹാമിന്റെ മുൻപിൽ ഈ ക്രൂശ് ഒരു നിഴല് പോലെ നിൽക്കുന്നത് കൊണ്ട്, അത് പൊരുളായിട്ട് വരാത്തത് കൊണ്ട് അബ്രഹാമിന് ശാപം മാറ്റുവാൻ മരണമല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ദൈവത്തിന്റെ സന്ദർശനം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ മോറിയ ദേശത്ത് ഒരു മലയിൽ ദൈവം കാണിച്ചു തരുന്ന ഒരു മലയിൽ ആരെ യാഗം കഴിക്കണം? ഇസ്ഹാക്കിനെ യാഗം കഴിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ പോയ അബ്രഹാം എവിടെയെങ്കിലും വെച്ച് ഒരു അസഹിഷ്ണുത പ്രകടിപ്പിച്ചതായിട്ട് തിരുവെഴുത്തിൽ കാണാൻ പറ്റുമോ? യാഗം എന്താണെന്ന് നന്നായിട്ട് അറിയാം അബ്രഹാമിന്. കേട്ടോണമെന്ന് നിങ്ങൾ, യാഗം എന്താണെന്ന് നന്നായിട്ട് അറിയാം അബ്രഹാം. കാരണം നിലവിൽ ഒരു മനുഷ്യനെയും അബ്രഹാം ഇതുവരെ യാഗം കഴിച്ചിട്ടില്ലെങ്കിലും യാഗം കഴിച്ചിട്ടുണ്ട്. എന്തിനെ? മൃഗത്തെ യാഗം കഴിച്ചിട്ടുണ്ട്. അപ്പൊ മൃഗത്തെ നടക്കുന്ന അതേ യാഗമായിരിക്കുമല്ലോ ഇസ്ഹാക്കിന് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ എന്ത് കഴിച്ച് ശീലമുണ്ട്? മൃഗങ്ങളെ യാഗം കഴിച്ച് അബ്രഹാമിന് ശീലമുണ്ട്. പക്ഷെ മനുഷ്യനെ യാഗം കഴിച്ച് ശീലം ഇല്ല. പക്ഷെ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോവുക? അപ്പൊ ചെയ്യുമ്പോൾ മൃഗത്തോട് ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്യണ്ടേ? ചെയ്യണോ? ആ യാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമേ ഇസ്ഹാക്കിന്റെ കൈ പുറകിലേക്ക് കെട്ടും, രണ്ട് കൈയും ചേർത്ത് പുറകിലേക്ക് കെട്ടും, കാലും ചേർത്ത് കെട്ടും. എന്നിട്ട് വിറക് അടുക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് അതിന്റെ മുകളിലേക്ക് ഇസ്ഹാക്കിനെ കയറ്റി കിടത്തും. എന്നിട്ട് ഈ യാഗോ പീഠവുമായി ബന്ധപ്പെട്ട് ചേർത്ത്
ഇസ്ഹാക്കിനെ എന്ത് ചെയ്യും? ബന്ധിക്കും. എന്തിനാണെന്നറിയാമോ? അറക്കുന്ന സമയത്ത് എഴുന്നേറ്റ് ഓടാതിരിക്കാൻ, കാലും കൈയിട്ട് അടിക്കാതിരിക്കാൻ ഈ യാഗവത്തോട് ചേർന്ന് എന്ത് ചെയ്യും? ഇസ്ഹാക്കിനെയും ബന്ധിക്കും. എന്നിട്ട് ഒരു കൂർത്തുമൂർത്ത കത്തിയുള്ള അബ്രഹാമിന്റെ കയ്യിൽ, അസ്ഥി വരെ പൂളിപ്പോകാൻ കെൽപ്പുള്ള മൂർച്ചയേറിയ ഒരു കത്തി. ഈ കത്തി എടുത്തിട്ട് മകനെ അറക്കുകയാണ്, വെട്ടുകല്ല. സ്തോത്രം. ശ്രദ്ധിച്ചോണം. നമ്മളെല്ലാം പറയുന്നത് അബ്രഹാമേ അബ്രഹാമേ എന്ന് പറയുമ്പോൾ കൈ എവിടെ ഇരിക്കുക? അല്ലേ? നമ്മുടെ മനസ്സിലാക്കണല്ലേ? പക്ഷെ വെട്ടുകല്ല. വെട്ടുകയാണെങ്കിൽ സംഭവം ഈസിയാണ്. അറക്കാനോ? അത് മകന്റെ തല ഇറക്കണം. കത്തി ഇവിടെ കൊണ്ട് വെച്ചിട്ട് മീൻ കണ്ടിക്കുന്നത് പോലെ ഇങ്ങനെ അറക്കുക. ഈ അറക്കുന്ന സമയത്ത് ഈ മകൻ ഒരു പിടച്ചിലുണ്ട്. ആദ്യം വേദന എടുത്തിട്ട് പിടച്ചിലുണ്ട്. ഈ തൊണ്ടക്കുഴി അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി ഈ മകൻ നെഞ്ചകം ഉയർത്തും ഇങ്ങനെ. പക്ഷെ അധികം ഉയർത്താൻ പറ്റില്ല, കാരണം അവനെ കെട്ടിയിട്ടിരിക്കുക. ആ നെഞ്ചകം അങ്ങോട്ട് ഉയർത്തുമ്പോൾ അബ്രഹാം കഴുത്തറത്ത് മാറ്റും. അപ്പോഴും ഇസ്ഹാക്കിന്റെ ജീവൻ പൂർണ്ണമായി മാറിയിട്ടില്ല. അടുത്ത് ചെയ്യുന്ന പരിപാടി ഈ കപ്പിയെടുത്ത് ഈ നെഞ്ചകത്തോട്ട് കുത്തിയിട്ട് ഒരൊറ്റ വരുവലിക്കുക. ഈ സമയത്താണ് ഇസ്ഹാക്ക് പൂർണ്ണമായി മരിക്കുന്നത്. അഥവാ മൃഗം അങ്ങനെയാണ് ചാകുന്നത്. എന്നിട്ട് ഇതിനകത്തിരിക്കുന്ന ആന്തരിക അവയവങ്ങൾ ഓരോന്നായി കണ്ടിച്ചെടുത്തിട്ട് അത് പീസ് പീസാക്കി യാഗാർപ്പണ യോഗ്യമായത് യാഗപീഠത്തിൽ വെക്കുകയും അല്ലാത്തതിനെ വെളിപ്പറമ്പിൽ കൊണ്ട് കളയുകയും എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടിയിടുകയും ചെയ്യും. എന്നിട്ട് തൻ്റെ മകന്റെ മാംസം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വിറക് അടുക്കി വെച്ചിട്ട് അബ്രഹാം അതിന് തിരി കൊടുത്തു. ആ യാഗത്തിന് തീ കൊടുത്തു. ആ തീ കൊടുത്തു കഴിയുമ്പോൾ ഇത് കത്തി ചാമ്പലാവാൻ മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ മകന്റെ യാഗപീഠത്തിൽ തീ കൊളുത്തിയ അബ്രഹാം ആ യാഗപീഠം കത്തുന്നത് കണ്ട് മാറി മുഴങ്കാലിൽ നിൽക്കും. ഈ യാഗപീഠം കത്തി അത് മുഴുവൻ ചാമ്പലായി കഴിയുമ്പോൾ അബ്രഹാം എഴുന്നേറ്റ് വരും. എന്നിട്ട് നേരെ യാഗപീഠത്തിന്റെ മുമ്പിൽ വന്നിട്ട് സ്വർഗത്തിലേക്ക് തല ഉയർത്തി അബ്രഹാം ദൈവത്തോട് പറയും, ദൈവമേ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മകനെ യാഗം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ പ്രസാദിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം ഇവരുടെ മേൽ വന്നതായി ഏതെങ്കിലും ഒരു സിഗ്നൽ ദൈവം കൊടുക്കും. ഒന്നെങ്കിൽ ദൈവം സംസാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ യാഗം പൂർത്തിയായി എന്നുള്ളത് ആര് മനസ്സിലാക്കും? അബ്രഹാം മനസ്സിലാക്കും. നിലവിൽ ഓരോ മൃഗവുമായി അബ്രഹാം യാഗം കഴിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നാളെ അബ്രഹാം കഴുതയ്ക്ക് കോപ്പിട്ട് സ്തോത്രം പോകുന്നത് മൃഗത്തെ അറക്കാനല്ല, സ്വന്തം തലമുറയെ അറക്കാനാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കൊച്ചിന്റെ കൈ ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാൽ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന നിസ്സാരമാണ്. അങ്ങനെയെങ്കിൽ ആ സ്വന്തം മകനെ കൈകൊണ്ട് അറക്കാൻ, സ്വന്തം മകനെ കൈകൊണ്ട് അറത്ത് ഒരു യാഗമർപ്പിക്കാൻ എത്രത്തോളം മനത്തന്റെ ഇടം ദൈവത്തിന് സ്വത്രം ഒരു മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ ആ തലമുറയെ അബ്രഹാം കൈവച്ച് അറക്കുവാൻ അബ്രഹാം മടി കാണിക്കാത്തതിന്റെ പിമ്പിലെ കാരണം അതിനേക്കാൾ കവച്ചു വെക്കുന്ന ഒരു വിശ്വാസം അബ്രഹാമിനുണ്ടായി. ഇഷ്ടപ്പെട്ട ബൈക്ക് ബുള്ളറ്റ്. ഇപ്പൊ നിലവിലിരിക്കുന്നത് പാഷൻ പ്രോ. അത്യാവശ്യം പെന്തക്കോസ്തുകാരുടെ ആരാധനാലയം പോലെയല്ലേ? പോയ ഒച്ചയും ബഹളവും അന്യഭാഷയൊക്കെ കേൾക്കുമല്ലോ.
അപ്പൊ നിലവിൽ കയ്യിലിരിക്കുന്നത് പാഷൻ പ്രോ, അദ്ദേഹം ആഗ്രഹിക്കുന്നത് ബുള്ളറ്റ്. ദൂതൊന്നുമല്ല, ഒരു കാര്യം പറയാൻ പോവാ. നിലവിൽ വിൽച്ചാൻ ഒരല്പം കടം കയറി. നിലവിലെ പാഷൻ പ്രോ വിൽക്കാൻ തീരുമാനിച്ചു. വേറെ ബൈക്ക് വാങ്ങാനായിട്ട് മാർഗവുമില്ല, വിൽക്കാൻ തീരുമാനിച്ചു. എന്ത് സംഭവിച്ചു? മേടിക്കാൻ ആള് വന്നു. ഈ പണം എടുത്തിട്ട് വേണം അവരുടെ കടബാധ്യത അവർക്ക് വിട്ടാൻ. അങ്ങനെ ഇരിക്കുമ്പോ ഈ ബൈക്ക് മേടിക്കാൻ വരുന്ന ആൾക്ക് താക്കോൽ കൊടുക്കണമല്ലോ. എങ്ങനെയായിരിക്കും വിചാരം മുഖം ഇരിക്കുക? വിഷമം അകത്ത് കാണും, എങ്കിലും അവരെ കണ്ട് ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? കൊടുക്കും. എങ്കിലും ആ നിരാശ അവിടെ കാണാൻ പറ്റും, മുഖത്ത് കാണാൻ പറ്റും. ഇനി രണ്ടാമത് വിൽച്ചാൻ ഒരു ബുള്ളറ്റ് ബുക്ക് ചെയ്തു, റോയൽ എൻഫീൽഡ് ബുക്ക് ചെയ്തു. നിലവിലെ വണ്ടി അവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ള പേയ്മെന്റ് അടച്ചിട്ടാണ് ആ വാഹനം താൻ സ്വന്തമാക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ആ ബൈക്ക് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും മനോഭാവം? നിലവിൽ തന്റെ കയ്യിരിക്കുന്ന വാഹനം നഷ്ടമാകില്ലേ? വിൽക്കുകയാണെങ്കിലും വേറെ വണ്ടി എടുക്കാനാണെങ്കിലും വാഹനം നഷ്ടമാകില്ലേ? പക്ഷേ രണ്ടാമത്തെ കാര്യത്തിനകത്ത് എന്തുകൊണ്ടാണ് തനിക്ക് നിരാശ ഉണ്ടാകുന്നത്? കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായത് കരസ്ഥമാക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതിലേത് മനോഭാവത്തോടെയാണ് അബ്രഹാം ഈ യാഗത്തിന് പോയത്? നിങ്ങളോടാ ചോദ്യം. രണ്ടാമത്തെ മനോഭാവത്തോടെ, ശരിയല്ലേ? ഒന്നാമത്തെ മനോഭാവത്തോടെ അല്ല, മറിച്ച് രണ്ടാമത്തെ മനോഭാവത്തോടെയാണ് അബ്രഹാം പോയത്. കാരണം അബ്രഹാമിന് അറിയാം, ദൈവത്തിന് സ്തോത്രം, ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു നഷ്ടമല്ല, ചിലതിനെ പ്രാപിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. തലമുറയുടെ ശാപം മാറണോ? സ്തോത്രം, അവനെ മരണത്തിലേക്ക് വിട്ടേ മതിയാകത്തുള്ളൂ. പക്ഷേ ഒരു ശാപഗ്രസ്തമായ തലമുറയല്ല ഞാൻ പ്രാപിച്ചിരിക്കുന്നത്, വാഗ്ദത്തങ്ങളുടെ കലവറയാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. സ്തോത്രം, അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. അബ്രഹാം പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോൾ, ധ്യാനമുറിയിലിരിക്കുമ്പോൾ ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ചു. സ്തോത്രം, ഒരു ചെറിയ ശബ്ദം, ഒരു കുഞ്ഞാട് കരയുന്നൊരു ശബ്ദം. പുസ്തകത്തിൽ തപ്പിയാൽ നിങ്ങൾക്കത് കിട്ടില്ല, പക്ഷെ ഞാൻ പ്രസംഗിച്ച് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു ചെറിയ ആടിന്റെ ശബ്ദം അബ്രഹാം കേട്ടു. അപ്പൊ അബ്രഹാമിന് മനസ്സിലായി, എന്തോ ഒരു കരം ദൈവത്തിനുണ്ട്. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ ആത്മാവിലൊരു കാര്യം പറയും. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായും സ്പഷ്ടമായും ദൈവാത്മാവ് പറയും. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ദൈവം വ്യക്തമായ മറുപടി ചിലപ്പോൾ തരും. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് വ്യക്തത കാണത്തില്ല, എന്തോ ഒരു സൂചന കാണും. ചിലയിടത്ത് നിന്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കേണ്ടത് ദൈവം വ്യക്തത തരത്തില്ല. മനസ്സിലായോ? ചില വിഷയത്തിൽ നിന്റെ വിശ്വാസ ദൈവത്തിന് പരീക്ഷിക്കണ്ട, വ്യക്തമായി ദൈവം വെളിപ്പെടുത്തും. നീ അതിന് ആദ്യം പറഞ്ഞു പോയാൽ മതി. പക്ഷെ ചിലതിന് വ്യക്തത ദൈവാത്മാവ് ചെയ്തില്ല, തരത്തില്ല. പക്ഷേ ഒരു സൂചന തരും. ആ സൂചന കേട്ട് നീ ആ സംഭവം നടക്കുന്നത് വരെ നിന്റെ മനസ്സ് എത്രത്തോളം വിശ്വാസത്തിലാണ് ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.
നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തമായ മറുപടി വന്നില്ല, പക്ഷേ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു സൂചന ദൈവാത്മാവ് തന്നെങ്കിൽ ഈ പകൽ ഉറപ്പിച്ച് വിശ്വസിച്ചോളം ദൈവത്തിന്റെ ഒരു കരുതലോടെ വെളിപ്പെടാനുണ്ട്. ദൈവത്തിന്റെ ഒരു കരുതലോടെ വെളിപ്പെടാനുണ്ട്. ഈ സമയത്തിന്റെ വിശ്വാസവും ഈ സമയത്തിന്റെ ഉറപ്പും കർത്താവ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള ആളുകളിൽ വ്യക്തത വരുത്തിയിട്ട് അബ്രഹാമിന്റെ മുമ്പിൽ വ്യക്തത വരുത്താത്തതിന്റെ കാരണം അറിയണോ? ദൈവത്തിന് സ്തോത്രം. കാരണം വേറൊന്നുമല്ല, സ്തോത്രം, നാടുകളിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് ഇവനെ അവരോധിക്കണമെങ്കിൽ ഇവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നയാൾ ഉപവാസം ഇരുന്നില്ലെങ്കിൽ പോലും അവർക്ക് ജീവിതത്തിൽ വിടുതൽ സംഭവിക്കും. എന്നാൽ നീ ചില ഉപവാസങ്ങൾ ഇരുന്നിട്ടും നിനക്ക് വിടുതൽ സംഭവിക്കുന്നില്ലെങ്കിൽ നീ ഓർക്കും, ദൈവം എന്നെ കാണുന്നില്ല. അല്ലെന്നേ, പോരാടി ജയിച്ച ഹല്ലേലൂയ ഒരു ജയാളിയാക്കി നിന്നെ നിർത്താനാണ് ദൈവത്തിന്റെ പദ്ധതിയുള്ളത്. പക്ഷെ നീ 21 ദൈവം വരത്തില്ല. ആരോ ചില പോരാടി ജയിക്കുന്ന മണ്ഡലത്തിൽ, ശക്തമായ പോരാട്ടത്തിന്റെ മണ്ഡലത്തിൽ നിന്നെ നിർത്തി ജയിപ്പിക്കാനാണ് ദൈവത്തിന്റെ പദ്ധതി. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തലയെ തൊട്ട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു സൂചന ദൈവാത്മാവ് നൽകിയെങ്കിൽ സ്തോത്രം പറഞ്ഞോണം, ആമേൻ, അതെന്റെ വിഷയത്തിന് വേണ്ടിയാണ്. ഇനി അബ്രഹാമിന്റെ മനോഭാവത്തെ കുറിച്ച് പറയാൻ പോകുക. കേട്ടോണം അബ്രഹാമിന്റെ മനോഭാവം. അപ്പൊ ദൈവം ഒരു ശബ്ദം കൊടുത്തു, ഒരു കുഞ്ഞാടിന്റെ ശബ്ദം. കാര്യം എങ്ങനെ നടക്കുമെന്ന് ദൈവാത്മാവ് ആരോട് പറഞ്ഞിട്ടില്ല? അബ്രഹാമിനോട് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ ഇതിനു വേണ്ടി കാര്യങ്ങൾ ഒരുക്കും. അബ്രഹാം കത്തി അറക്കേണ്ടതിനെടുക്കും. ആ സമയത്ത് ഉയരത്തിൽ നിന്നും അബ്രഹാമേ അബ്രഹാമേ ബാലിന്റെ മേൽ എന്ത് ചെയ്യരുത്, കൈവയ്ക്കരുത് എന്നുള്ള ശബ്ദം വരും. അബ്രഹാം തിരികെ നോക്കുമ്പോൾ ഒരാട്ടുകൊറ്റൻ എന്ത് ചെയ്യും? കൊമ്പിൽ കുരുങ്ങിയോടെ കിടക്കും. ഇതൊക്കെ നമുക്കറിയാം, ശരിയല്ലേ? പക്ഷെ ഇതിനു മുമ്പ് അബ്രഹാമിന് അറിയാമോ? അബ്രഹാമിന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്തത് പിന്നെ വിശ്വാസത്താലുള്ള കാഴ്ചയാണ്. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അബ്രഹാം സ്വയം നിരൂപിച്ച് ചെയ്യുക. അപ്പൊ അബ്രഹാം ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു ശബ്ദം കേൾപ്പിച്ചു. പക്ഷെ അബ്രഹാം അന്ന് നിരൂപിക്കുക. ഇസ്ഹാക്കിന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നും അബ്രഹാം കൊണ്ട് പരിശോധിച്ചു. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഇസ്ഹാക്കിനെ കൂടാതെ ദൈവത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വാഗ്ദത്തം അതുപോലെ ആരും ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക, ഇസ്ഹാക്കിന്. അപ്പോൾ തന്നെ ഈ ഇസ്ഹാക്ക് ശാപഗ്രസ്തമായിട്ട് വന്നു. അപ്പൊ തന്നെ ആ ശാപമാർഗത്തിൽ എന്ത് സംഭവിക്കണം? മരണം സംഭവിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇസ്ഹാക്ക് വേണം താനും, അപ്പോൾ തന്നെ ഇസ്ഹാക്ക് മരിക്കുകയും വേണം. ഇങ്ങനെയായപ്പോൾ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു സ്വന്തമായ ഒരു തിരക്കഥ അബ്രഹാം നെയ്തു. ആ തിരക്കഥ കേട്ടോ, ഒരു കൂസലും കൂടാതെ ഞാൻ എൻ്റെ മകനുമായി യാഗസ്ഥലത്ത് കടന്നില്ല. മോറിയ ദേശത്ത് ചെല്ലും, ദൈവം മല കാണിക്കും. ആ മലയിൽ ചെല്ലും, പതിവ് പോലെ യാഗപീഠങ്ങൾ എന്ത് ചെയ്യും? ഒരുക്കും. ആ ഒരുക്കുമ്പോൾ അവിടെ ഈ പ്രാവശ്യം ഇസ്ഹാക്കിനെ കയറ്റിക്കിടത്തിയിട്ട് ഒരു സങ്കോചവും കൂടാതെ അബ്രഹാം എന്ത് ചെയ്യും? ഇതിനെ മറക്കും. ആ വേദനയിൽ പിടയുന്ന ഇസ്ഹാക്കിന്റെ ദീനരോധനമൊന്നും അബ്രഹാം ശ്രദ്ധിക്കാതെ വീണ്ടും കുത്തി ഇറക്കി നന്നായിട്ട് പിളർന്ന് അന്തര്യാവയങ്ങൾ മുഴുവനെടുത്ത് യാഗാർപ്പണ യോഗ്യമായത് അവിടെ വെക്കും. യാഗാർപ്പണ യോഗ്യമല്ലാത്തത് കൊണ്ട് കുഴിച്ചു പോകും. എന്നിട്ട് അബ്രഹാം അത് കത്തിക്കും. കത്തിച്ച് ഇത് ചാമ്പലാവും. അതുവരെ അബ്രഹാം അവിടെ നിൽക്കും. എന്നിട്ട് ചാമ്പലായതിനു ശേഷം അബ്രഹാം എഴുന്നേറ്റ് വരും.
എന്നിട്ട് യാഗം നടന്നിരിക്കുന്ന ആ യാഗപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കിയിട്ട് അബ്രഹാം വിളിച്ചു പറയും, ദൈവമേ, അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ഏകജാതനെ നിനക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ യാഗത്തിൽ നീ പ്രസാദിക്കണമേ എന്ന് പറയുമ്പോൾ നിന്റെ യാഗത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം ഉത്തരം പറയുകയും സന്തോഷവാനായി അബ്രഹാം തിരികെ ഈ യാഗപീഠത്തിൽ ചാരമായിട്ട് യാഗപീഠത്തിന്റെ കല്ലുകളിൽ ഇസ്ഹാക്ക് പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ടേക്ക് കൈയിട്ടച്ച് അബ്രഹാം ഒറ്റ വിളി വിളിക്കും, ശാപം മാറിയ ഇസ്ഹാക്കേ എഴുന്നേറ്റുക എന്ന് പറയുമ്പോൾ ആ ചാരത്തിനകത്തുനിന്നും ഇസ്ഹാക്ക് ചാടി അബ്രഹാമിന്റെ കൈ പിടിച്ച് എഴുന്നേറ്റ് വരുമെന്നുള്ളതാണ് അബ്രഹാമിന്റെ വിശ്വാസം. ഇത് തെളിയിക്കുന്നത് ആരാണെന്നറിയാമോ? ഇത് തെളിയിക്കുന്നത് സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഈ കല്ലിൽ നിന്നും, ഏത് കല്ല്? യാഗപീഠത്തിന്റെ കല്ല്. ആ കല്ലിൽ നിന്നും അബ്രഹാമിനൊരു സന്തതിയെ ഉളവാക്കാൻ കഴിയുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. മനസ്സിലാകുന്നുണ്ടോ അബ്രഹാമിന്റെ വിശ്വാസം? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കരിഞ്ഞ് ചാമ്പലായി കിടക്കുമ്പോൾ ആ കല്ലിനകത്ത് നിന്നും കരം പിടിച്ച് ഒരു മകൻ എഴുന്നേറ്റ് വരുമെന്നുള്ള അബ്രഹാമിന്റെ വിശ്വാസം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ പിതാവായി മാറുവാൻ അബ്രഹാമിന് ആ വിശ്വാസം ആവശ്യമാണ്. പക്ഷേ സ്തോത്രം, നടന്നത് അതല്ല. ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് അബ്രഹാം പറയുന്നത് വഴി നമുക്കൊരു കാര്യം ബോധ്യമാകുന്നു, ഇസ്ഹാക്കുമായിട്ട് തന്നെ ആരും മടങ്ങി വരത്തുള്ളൂ, അബ്രഹാം മടങ്ങി വരത്തുള്ളൂ. ഉറപ്പാണേ? ഇനി അടുത്തൊരു വാക്യം നിങ്ങൾ വായിച്ചാട്ടെ. മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന്റെ 7-ാം വാക്യം. തീയും വിറകുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്ഥിരമായി ആരാധനയ്ക്ക് പോകുന്ന തലമുറയ്ക്കറിയാം യാഗമർപ്പിക്കേണ്ടത് എന്താണ്. യാഗമർപ്പിക്കേണ്ട വസ്തുവിനെ കുറിച്ച് ഇസ്ഹാക്കിന്റെ ചോദ്യത്തിന് അബ്രഹാം എന്താ മറുപടി പറഞ്ഞേ? യഹോവ കരുതിക്കൊള്ളും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അതല്ലേ മറുപടി. പക്ഷെ നമ്മളെന്തോ പറയുന്നത്? യഹോവ കരുതിക്കൊള്ളും. സ്തോത്രം. കിട്ടിയോ? ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കൂടെ ഒന്ന് പരിശോധിച്ചോണം. യഹോവ കരുതിക്കൊള്ളുമെന്നല്ല അബ്രഹാമിന്റെ മറുപടി. നമ്മളെല്ലാരും പറയുന്നത് യഹോവ കരുതിക്കൊള്ളും മകനെ എന്നാ പറഞ്ഞത്. അല്ല, ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ യഹോവ നോക്കിക്കൊള്ളും മകനെ, അതായിരുന്നു ഉത്തരം. ശരിയാണോ? പക്ഷെ ഇവിടെ ഉത്തരം വ്യക്തമാണ്. ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ യഹോവ നോക്കിക്കൊള്ളും മകനെ, അതാ ഉത്തരം. അപ്പൊ അവിടെ എന്തിനെ തന്നെ കരുതണം? ആട്ടിൻകുട്ടിയെ കരുതണം, അതല്ലേ? സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പൊ ഈ ആട്ടിൻകുട്ടി എന്ന് അബ്രഹാം ഉറപ്പിച്ച് പറയണമെങ്കിൽ ഈ ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ടിട്ടില്ലേ അബ്രഹാം? ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, ധ്യാനത്തിങ്കൽ സ്തോത്രം ഒരാട്ടിൻകുട്ടിയുടെ ശബ്ദം അബ്രഹാം കേട്ടു. സ്തോത്രം, മനസ്സിലായോ? സ്തോത്രം. ഒടുവിൽ യാഗത്തിലേക്ക് വരുന്നു, യാഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അബ്രഹാമിന്റെ മനസ്സിൽ കിടക്കുന്ന ഫോം ഇവനെ അറക്കുമെന്ന് തന്നെയാണ്. എന്നാൽ അബ്രഹാം ഇസ്ഹാക്കിനെ അറക്കുവാൻ കത്തിയെടുത്ത് ഓങ്ങിയപ്പോൾ തന്നെ ദൈവാത്മാവ് ഇടപെട്ടു. അബ്രഹാമേ, അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈവെക്കരുത്. സ്തോത്രം. കാരണം തിരികെ അബ്രഹാം ഇസ്ഹാക്കുമായിട്ട് പോകുന്നതല്ല ദൈവത്തിന്റെ മനസ്സിന്റെ ഹൃദയം. എത്ര പേര് ഇതിനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അബ്രഹാമും ഇസ്ഹാക്കും അല്ല ദൈവത്തിന്റെ വിഷയം. ഇസ്ഹാക്കിനെ യാഗം കഴിക്കാതിരുന്നത്, ദൈവം അതിനകത്ത് കയറി ഇടപെട്ടത് ഇസ്ഹാക്കിനെ ദൈവത്തിന് തിരികെ ലഭിക്കുമെന്നുള്ളത് കൊണ്ടല്ല,
മറിച്ച് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ടാണ്. എന്താ കാരണമെന്നറിയാമോ? കാരണം ഇസ്ഹാക്ക് യാഗമർപ്പിക്കപ്പെട്ടാൽ ക്രിസ്തുവിന്റെ യാഗത്തിന് പ്രാധാന്യമില്ലാതെ വരും. ഉദാഹരണത്തിന് പരസ്യത്തിന് ഞാൻ ഇന്ന് പ്രസംഗിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളാകുവാൻ അവൻ അവകാശം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യത്തിൽ പ്രസംഗിക്കുമ്പോൾ എതിർക്കാൻ വേണ്ടിയൊന്നുമല്ല. ഒരാൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, ദേവദാസനെ, ഈ ഏകജാതൻ ആരാ? ഇസ്ഹാക്കാണോ യേശുവാണോ എന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? കാരണം എത്ര യാഗം നടന്നിട്ടുണ്ട്? 2 യാഗം, 2 ഏകജാതന്മാർ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ക്രിസ്തുവിന്റെ യാഗത്തിന് പ്രാധാന്യം ഉണ്ടാവുമോ? അതുമല്ല. ഇസ്ഹാക്ക് യാഗമർപ്പിക്കപ്പെട്ട ഇസ്ഹാക്കിനും അബ്രഹാമിന്റെ സന്താനങ്ങൾക്ക് മാത്രമേ അതിന്റെ ഗുണമുണ്ടാകത്തുള്ളൂ. എന്നാൽ അങ്ങനെ നടന്നിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ പാപത്തിൽ തന്നെ ഇരുന്നേനും. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ച് ഇസ്ഹാക്കിന്റെ യാഗത്തെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മറ്റൊരുവന്റെ യാഗത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലവും നാം ദൈവത്തെ ആരാധിക്കുന്നത്. യാഗമർപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. പുടുന്നനെ അപ്പുറത്തൊരു കരച്ചിൽ കേട്ടു. അബ്രഹാം തിരിഞ്ഞു നോക്കി. അബ്രഹാമിന്റെ മുഖം വാടി. സ്തോത്രം. അബ്രഹാമിന്റെ മുഖം വാടി. നമ്മളെല്ലാം അബ്രഹാം എന്ന് സന്തോഷിച്ചെന്ന് പറഞ്ഞിരിക്കുന്നല്ലേ. അബ്രഹാമിന്റെ മുഖം വാടി. അബ്രഹാം നിരാശ ആ കാഴ്ച കണ്ടിട്ട്. കാരണം അബ്രഹാം ഇസ്ഹാക്കിനോട് വ്യക്തമായി പറഞ്ഞൊരു പ്രവചനമുണ്ട്, ആട്ടിൻ കുട്ടിയെ യഹോവ നോക്കിക്കൊള്ളും. പക്ഷെ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ആരാ? ആട്ട്. പ്രവചനം തെറ്റിയോ? സ്വന്തം മകനെ നോക്കി വഴിമധ്യത്തിൽ പറഞ്ഞൊരു പ്രവചനം, ഒരാട്ടിൻ കുട്ടിയെ യഹോവ നോക്കിക്കൊള്ളും എന്നുറപ്പായിട്ട് പറഞ്ഞൊരു പ്രവചനം അബ്രഹാമിന് തെറ്റിയപ്പോൾ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ആട്ടുകൊറ്റനാണ്. അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെ, വിഷമത്തോടെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും, അബ്രഹാം അതിനെ എടുത്ത് യാഗം കഴിച്ചു. അബ്രഹാം ആ കർത്തവ്യങ്ങൾ മുഴുവൻ ചെയ്തു. പക്ഷെ അപ്പോഴും അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് എന്നെ ദൈവം കേൾപ്പിച്ച ആട്ടിൻകുട്ടിയുടെ ശബ്ദം എവിടെ? അബ്രഹാം എന്നറിയാമോ? നേരെ തിരിഞ്ഞ് ഈ ആട്ടുകൊറ്റൻ വെളിപ്പെട്ട ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന പേരിട്ടു. ആ വാക്യം നമുക്ക് വായിക്കാം. 14-ാം വാക്യം വായിച്ചാൽ, യഹോവ ഈരേ എന്ന് പേരിട്ടു ആ സ്ഥലത്തിന്. ഏത് സ്ഥലമെന്നറിയാമോ? യാഗം കഴിച്ച സ്ഥലമല്ല, മറിച്ച് ആട്ടുകൊറ്റൻ വെളിപ്പെട്ട് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയിട്ട് ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. ഞാൻ ചോദിച്ചോട്ടെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യഹോവ പറ കരുതിക്കൊള്ളും. ശരിയാണോ? അതിന്റെ അർത്ഥം യഹോവ കരുതിക്കൊള്ളും. കരുതിയെങ്കിൽ കരുതി എന്ന് പറയണ്ടേ? കരുതി എങ്കിൽ എന്തോ പറയണം? കരുതി എന്ന് പറയണം. കരുതും എന്ന് പറയരുത്. കരുതും എന്ന് പറഞ്ഞാൽ കരുതിയിട്ടില്ല. അപ്പോൾ അബ്രഹാമിനെ മോറിയ പ്രദേശത്തുള്ള മലയിൽ ദൈവം കരുതിയിട്ടില്ല. കരുതിയോ അബ്രഹാമിനെ? ഇല്ല. പകരം കൊടുത്തത് ആട്ടിൻകുട്ടിയെ ചോദിച്ച് അബ്രഹാമിന് കൊടുത്തത് ആട്ടുകൊറ്റൻ. അബ്രഹാമിന്റെ സന്തതിക്ക് ലഭിച്ചത് ന്യായപ്രമാണം, കടുകെട്ടി ന്യായപ്രമാണം. സ്തോത്രം. പക്ഷെ കുഞ്ഞാടിന്റെ ശബ്ദം കേട്ടതാരാ? അബ്രഹാം.
സ്വന്തം തലമുറയെ കൊടുത്തിട്ട് കുഞ്ഞാടിനെ വാങ്ങാൻ പോയ അബ്രഹാമിനോട് ദൈവം നോ പറഞ്ഞു. ഇവിടെയൊക്കെയാ നിങ്ങൾ ഇതിന്റെ വെളിപ്പാട് അകത്തോട്ട് കയറണം. പുതിയ നിയമത്തിന്റെ വെളിപ്പാട് കയറേണ്ട സ്ഥലങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരുവൻ കയറി വരിക, സ്വന്തം മകനെ യാഗം കൊടുത്തിട്ട് അവർക്ക് ആരെ വേണം? സ്തോത്രം, കുഞ്ഞാടിനെ വേണം. അതിനുവേണ്ടി കയറി ചെന്ന് അറക്കാൻ തയ്യാറാവുന്ന ദൈവം പറയാൻ നോ, അരുത്, വേണ്ട, നിനക്ക് ഇതേ ഉള്ളൂ. ഏത്? ആട്ടുകൊറ്റനെ ഉള്ളൂ, ന്യായപ്രമാണമേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ അബ്രഹാമിന് മനസ്സിലായി, ദൈവം എന്നോട് കേൾപ്പിച്ച ശബ്ദം, എന്നോട് പറഞ്ഞ പ്രവചനം തെറ്റല്ല, അത് സാധ്യമാകുമെന്ന് പറഞ്ഞിട്ട് അബ്രഹാം മോറിയ പ്രദേശത്തെ മലയിൽ നിന്നും തിരികെ നോക്കിയപ്പോൾ അബ്രഹാം കണ്ട പ്രദേശം കാൽവരി മലയാണ്. ഗോൽഗോഥ മലയാ. ആ മലക്കെട്ട് നോക്കിയാണ് അബ്രഹാം പ്രവചിക്കുകയാ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ട് പറയുക, അവൻ അവിടെ പ്രത്യക്ഷനാകും. അവൻ അവിടെ പ്രത്യക്ഷനാകും. ഇത് അബ്രഹാമിന്റെ പ്രവചനമാണ്. ആര്? കുഞ്ഞാട്. ദൈവത്തിന് സ്തോത്രം. ഏത് കുഞ്ഞാട്? അനമുറിയിൽ അബ്രഹാം കേട്ട ആ കുഞ്ഞാട് ഇവിടെ വെളിപ്പെട്ടില്ല, പക്ഷെ അവൻ അവിടെ വെളിപ്പെടും. ആ വെളിപ്പെടുന്നത് ആർക്കാണോ അവർക്കാണ് കരുതലിന്റെ കരം വെളിപ്പെടുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസം പോലും പറയാത്ത നമുക്ക് വേണ്ടി ആ കുഞ്ഞാട് വെളിപ്പെട്ടെങ്കിൽ ദൈവത്തിന് സ്വന്തം മകനെ യാഗമാക്കാൻ മടി കാണിക്കാത്ത അബ്രഹാമിന് നിഷേധിച്ച കുഞ്ഞാട് നിന്റെ മുന്നിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ആമേൻ, ആമേൻ, ജീസസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുവാൻ സ്നാപക യോഹന്നാൻ വരികയാണ്. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടുകളുടെ സ്തോത്രം. ആരെ നോക്കിയാണെന്നറിയാമോ? നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവ് നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുക, അന്ന് അബ്രഹാം പ്രവചിച്ച ആ കുഞ്ഞാട് പോകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, യഹോവ ഇരേ, അവൻ കരുതുമെന്നുള്ള അർത്ഥം പൂർത്തീകരിക്കപ്പെട്ടത് മോറിയുടെ മലയിലല്ല, മറിച്ച് കാൽവരിയുടെ മലയിലാണ്. അങ്ങനെയെങ്കിൽ ആ കരുതലിന്റെ കരം വെളിപ്പെട്ടത് അബ്രഹാമിന്റെ സന്താനത്തിനല്ല, മറിച്ച് കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ സ്ഥലത്താണ് യഹോവ ഇരേ സാധ്യമായത്. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ എന്തോ ഇനി കരുതുമെന്നോർത്ത് യാത്ര തിരിക്കുന്നവരല്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ കരുതൽ വെളിപ്പെട്ടോ? ഇതാണ് സ്തോത്രം അബ്രഹാമിന്റെ യാഗത്തിൽ നടന്ന സംഭവം. പിന്നീട് അബ്രഹാമിന്റെ സമ്മതി മുഴുവൻ ആട്ടുകൊറ്റനെ കൊണ്ട് കഷ്ടപ്പെടുക, തുടരുത്, നോക്കരുത്, കരുതരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അരുതുകളുടെ വലിയൊരു ഭാവവുമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെയോ അരുതുകളില്ല, അധികം സ്വാതന്ത്ര്യമാത്മാവിന്റെ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അറിയട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ